ഞാൻ ബീന. ഇന്നത്തെ റെസിപ്പി ചക്ക കൊണ്ട് അടിപൊളി ഒരു കട്ട്ലറ്റ് ആണ്. അതിന് ഞാൻ ചക്ക നന്നായിട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ 2 ഉരുളൻകിഴങ്ങും അതും വേവിച്ച് എടുത്തു. ഇതിലേക്ക് സവാള, ചെറുതായിട്ട് അരിഞ്ഞ സവാള, ഇഞ്ചി ചെറിയ പീസാക്കിയത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില അതും ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില അതും ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാലപ്പൊടി, അതുപോലെ മുളക് പൊടി. ഇനി നമുക്ക് ഇത് പാചകത്തിലേക്ക് നമുക്കിത് കടക്കാം. ഞാനൊരു വലിയ പാത്രത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചക്കയും ഉരുളൻകിഴങ്ങും എല്ലാം കൂടെ ഇട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം. ചക്കയും ഉരുളൻകിഴങ്ങും നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ പച്ചമുളകും, ഇഞ്ചി, മല്ലിയില, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് ഒന്നും കൂടെ കൈ കൊണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം മിക്സ് ചെയ്ത് ഈ പരുവത്തിന് ആക്കി എടുക്കണം. കുട്ടികൾക്കൊക്കെ ചക്ക മാത്രമായിട്ട് തിന്നാൻ വലിയ പ്രയാസമാണ്. ഇങ്ങനെ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ നല്ലതുപോലെ കഴിക്കും. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. നമുക്കിനി കുറച്ച് മൈദമാവ് എടുത്ത് അതൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. കയ്യിലൊന്ന് വെള്ളം നനച്ചിട്ട് നമുക്കിതിന് കുറച്ച് ഇതുപോലെ എടുത്തിട്ട് ഇതേപോലെ നമുക്ക് പരത്തി കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ നമുക്കിത് ഓരോന്ന് ഈ പാത്രത്തിലേക്ക് വയ്ക്കാം. കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഓരോന്നും നിരത്തി വെച്ചു. നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ചു നമുക്കിനി ഓരോ പീസും ഈ മൈദമാവിൻ്റെ കൂട്ടിലേക്ക് ഇട്ടു കൊടുക്കാം. ഇട്ടിട്ട് ഞാനിവിടെ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചു. അതിലേക്ക് നമുക്കൊന്ന് കോട്ട് ചെയ്തിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ചക്കയുണ്ട്. ഇത് നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കട്ട്ലറ്റ് റെഡിയായി. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്ന കട്ട്ലറ്റ്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ നിങ്ങൾ ഷെയറും ചെയ്യണം. താങ്ക് യു.